ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ കുറച്ചധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണെന്ന്. എൻ്റെ പി ജി കംപ്ലീറ്റ് ആയി. ഇന്നലെ എൻ്റെ വൈവ കഴിഞ്ഞു. ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യാണ്. സംഭവം പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ബട്ട് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം അല്ലേ. 2 വർഷം ഒന്നും ആവില്ല കരുതിയിട്ട്, സോറി ഗൈസ്, ഞാൻ ഇമോഷണൽ ആവുന്നു. ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാവരും വേറെ വേറെ പോവാണ്. അപ്പോൾ ഓക്കെ, സോറി ഓക്കെ. അപ്പോൾ എല്ലാവരും വേറെ വേറെ പോവും, വേറെ വേറെ കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. ചിലർ ജോലിക്ക് പോകും, ചിലർ കോഴ്സ് എടുത്ത് പഠിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പിരിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ന് ഇവിടെ റെഡിയാക്കാനുണ്ട്. വെക്കേറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് ലൈബ്രറി പോകണം. നമ്മുടെ സെൻട്രൽ ലൈബ്രറിയിലും പോകണം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിലും പോകണം. അവിടെ പോയിട്ട് നമുക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫെയർവെല്ലാണ്. പിന്നെ അമ്മയൊക്കെ കൂട്ടാൻ വരാൻ വൈകിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ കൂട്ടാൻ വരും. അതിന് മുന്നേ എല്ലാം പാക്ക് ചെയ്യണം. ഇനി ഈ ഒരു റൂമിൽ വെച്ചിട്ട് ചിലപ്പോൾ ഇനിയൊരു വീഡിയോ ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഇനിയൊരു വീടിന് പോകണം വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ ഞാനതിന് പോകില്ല. ഞാൻ ജോബാണ് നോക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു ഇമോഷനിൽ കൂടി ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഐ തിങ്ക് ഈ വർഷം നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കേറ്റ് ചെയ്ത് പോയവർക്കൊക്കെ ഇങ്ങനെ ഇമോഷൻസ് പറഞ്ഞാൽ ചിലപ്പോൾ കാറ്റിൻ്റെ സൗണ്ടാട്ടോ അത്. അപ്പോൾ ഇമോഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് രാവിലെ ഞാൻ വൈകിയാണ് എണീറ്റത്. പണ്ട് കഴിക്കാൻ പോയില്ല. അപ്പോൾ ഇനി ഞാൻ കുളിച്ചിട്ട് അങ്ങനെ വന്നിരിക്കും. അതാണ് മുടി ഇങ്ങനെയുള്ളത് ഗൈസ്. അപ്പോൾ ഇനി നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. കുറച്ച് പേരുടെ വൈവ മാത്രമേ കഴിഞ്ഞുള്ളൂ. കുറച്ച് പേര് ഇപ്പോഴാണ് വൈവ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഇനി എനിക്ക് ലൈബ്രറിയിൽ പോകണം, സർട്ടിഫിക്കറ്റൊക്കെ സെറ്റാക്കണം. അവിടെ വന്നിട്ട് വേണം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ. വെക്കേറ്റ് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് വെക്കാം. വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് ഇറങ്ങാം. അങ്ങനെയാണ് പ്ലാൻ. അമ്മയൊക്കെ വരും, വൈകിട്ട് വരും, നാട്ടിൽ നിന്ന് വരും. എന്താ ഞാൻ പറയാ, എന്തൊക്കെയോ ഒരു അവസ്ഥയാണ് ഗൈസ്. അപ്പം ഞാൻ ഭാവിയിൽ ഇതൊക്കെ ഇനി കാണാവുന്നൊരു സാധനം കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നത്. ഇനി എന്താ പറയുക, ഒരുപാട് വർഷം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു ടൈം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ കുറച്ചുകൂടി എനിക്കെന്താ പറയേണ്ടത് അറിയില്ല. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഞാൻ ഒന്നാമത് ഓൾറെഡി ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്ന ഒരു പേഴ്സണാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് സന്തോഷം വന്നാലും ഞാൻ പെട്ടെന്ന് കരയും, സങ്കടം വന്നാലും ഞാൻ പെട്ടെന്ന് കരയും. പക്ഷേ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്കറിയില്ല, എനിക്കിവിടെയുള്ള എല്ലാവരും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. പക്ഷെ എന്നെ ഞാനായിട്ട് കണ്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഗുഡും ബാഡും എൻ്റെ പോരായ്മകളും എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് കുറച്ച് പേരെൻ്റെ കൂടെ ഉണ്ട്. അവരൊക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോസ്റ്റലായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുക. കാരണം ക്ലാസ് ഞാൻ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചെയ്യുമായിരിക്കും. പക്ഷേ അതിലുപരി ഞാൻ ഹോസ്റ്റൽ ഒരുപാട് മിസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞാനപ്പോൾ വേഗം റെഡി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകട്ടെ കേട്ടോ. ഓക്കെ, അപ്പം ഞാനിനി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വരട്ടെ. എൻ്റെ മുടി കണ്ടിട്ട് കോമഡി ചെയ്തോന്നുണ്ടാവില്ലേ, കുളിച്ചുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എല്ലാവരുടെ ഫെയർവെൽ ഇന്നാ. എല്ലാവരും അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങളുടെ കുറച്ച് കഴിഞ്ഞിട്ട് എക്സൈറ്റഡ് ആണ്. സാരി ഉടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഉടുക്കുമെന്നൊന്നും അറിയില്ല, നോക്കാം. ഇവിടെ ഫുള്ളും ഫെയർവെല്ലിൻ്റെയും ന്യൂ അഡ്മിഷൻ്റെയും ആൾക്കാരാണ് കൂടുതലുള്ളത്. വല്ലാത്തൊരു ഫീൽ ഗൈസ്. കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? നല്ല വൈബ്, നല്ല വൈബ്. എൻ്റെ അപർണ മിസ് എന്നെ തുണച്ചു. അപർണ മിസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ആദിത്യയുടെ ആ ഒരു സന്തോഷം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഗൈസ് ഇന്ന് ഞാൻ TC വാങ്ങുന്നില്ല. TC ഞാൻ ഗ്രേഡ് കാർഡൊക്കെ വാങ്ങാൻ വരുമ്പോൾ വാങ്ങാൻ കരുതുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോട്ടെ. പക്ഷെ ക്ലിയർ ഇല്ല. ഓക്കെ, ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി CH പോവാം. അപ്പോൾ ഗായ്സ് നമ്മളെ CH സർട്ടിഫിക്കറ്റ് വാങ്ങി.
ഇപ്പം ഇറങ്ങി കഴിഞ്ഞു. ഗുഡ് ബൈ പറഞ്ഞു പോവാണ് ഗൈസ്. ബൈ ഗൈസ്. ഞങ്ങൾ ലാസ്റ്റ് മിൽമയിൽ നിന്നും വാങ്ങുന്ന സാധനം അപ്പോൾ നമ്മൾ വില നോക്കിയ ലാസ്റ്റ് വാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ വില നോക്കിയേ വാങ്ങാറുള്ളൂ. ഞാനൊരു കോൺ എടുത്തു ഗൈസ്. നീയോ? മാംഗോ. 36 ഉറുപ്പിക്ക് വാങ്ങിയ സാധനം ഗൈസ്. അതിന്റെ പകുതി ഒന്നുമില്ല. കസാട്ടേന്റെ കേക്കില്ല. മിൽമ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞത് മേടിച്ചാൽ മതി. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയത്. പക്ഷെ ഇവരെന്താ 36 ഉറുപ്പ്യ കൊടുക്കണ സാധനമാണ്. ഫ്രീ ആയി കിട്ടും. അതിലെന്താ ഇടാൻ പോണേ? ഇനി കമ്മൽ തോന്നി. കഴിക്കട്ടെ ഗൈസ്. ഞങ്ങളുടെ ലാസ്റ്റ് മിൽമയിൽ നിന്നുള്ള അവസാനത്തെ ഐസ്ക്രീമും ഞങ്ങൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കഴിക്കട്ടെ ഗൈസ്. അയ്യോ, അപ്പൊ ഞാൻ എന്റെ ക്ലിയറൻസ് എല്ലാം സെറ്റാക്കി, എല്ലായിടത്തുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഈ റൂമിൽ കാണുന്ന സാധന ജംഗമ വസ്തുക്കളൊക്കെ എനിക്ക് ബാഗിലേക്ക് കയറ്റി വെക്കണം. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ തീരെ സമയമല്ല. 2 മണിയാകുമ്പോഴേക്കും ഫെയർവെല്ലാണ്. അപ്പം അതിന് മുന്നേ അതൊക്കെ റെഡിയാക്കണം. വൈകിട്ട് ആ ഫെയർവെൽ കഴിയുമ്പോഴേക്കും അമ്മയും അനിയത്തിയൊക്കെ വരും, ചേച്ചിയൊക്കെ വരും, കൂട്ടാൻ വേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ എല്ലാം സെറ്റാക്കണം. അപ്പം ഞാൻ വേഗം ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. കാണിച്ചു തരാം. ഇതൊക്കെയാണ് സാധനം. ഞാൻ ഒരുപാട് സാധനങ്ങളിന് മുന്നേ തന്നെ കൊണ്ടുപോയി. ഇതിപ്പോൾ ഇത്ര ഡ്രസ്സേ ഉള്ളൂ ഏകദേശം. അപ്പം ഇതൊക്കെ ഞാൻ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്നതൊക്കെ ഇനി പാക്ക് ചെയ്യണം, ബെഡൊക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ വേഗം ഇതൊക്കെ ചെയ്യട്ടെ കേട്ടോ. Hey my friend, open your ears before this tune disappears. Let me tell you the story of you. I know you better than you think. I wouldn't say that everything, but I guess you're here. Guys, ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം കിട്ടിയതാണ്. എന്താ ഇത്രയും സാധനം? ഞാൻ എൻ്റെ PG സെക്കൻഡ് ഇയറിൽ ഞാൻ യൂസ് ചെയ്ത പെന്നുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പെന്നെല്ലാം മഷി കഴിഞ്ഞു. ഞാനൊന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. PG സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഞാൻ ഇത്രയും പെന്ന് യൂസ് ചെയ്തു ഗൈസ്. ഓ, ഇതൊക്കെ ഒരു ഓർമ്മകൾ ഗൈസ്. അതുല്യനെ കരയിച്ചു. നോക്കണേ ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ബട്ട് എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരുങ്ങിയത് റെഡി ആയില്ല, ഷാമ്പു ഇട്ടില്ല, തലയിൽ നല്ല എണ്ണമെഴുക്ക്, രസമല്ലേ ആയിട്ട് എന്നെ തേച്ച്. സാരി ഉടുത്തിട്ട് നിക്കുന്നില്ല. അതെ ഞാൻ ആദിത്യാണ്. ഓള് സാരി ആദ്യമേ കൊണ്ടുവന്ന്. സാരി എടുക്കുന്നതിന് മുന്നേ ഞാൻ അമൃതേനെ എടുത്തു. അമൃത ഈ സാരി ഉടുത്താ നിക്കൂല, ഞാൻ സാരി എടുക്കും. പക്ഷെ എനിക്കത് പറഞ്ഞു അത് ഉടുത്താ നിക്കൂ, ഈ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അത് ഉടുത്തപ്പോ കുഴപ്പമില്ല. എന്താ വെച്ചാൽ മെറ്റീരിയൽ അങ്ങനത്തെ ആണ്. അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ ഉടുക്കാൻ പറ്റുള്ളൂ. അന്നോളെ ചേച്ചി ഉടുത്തപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ ഒരു ഇതിലാണ്. ഒരു ബാക്കപ്പ് ഒരു സാരി എടുക്കാമായിരുന്നു. എന്ത് ഞാൻ അവിടെ കച്ചവടം. പക്ഷെ അത് വൃന്ദ നല്ല ഭംഗിയുണ്ട്, ഇഷ്ടമായി. പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ല? ഞാൻ വേഗം നടക്കട്ടെ. എനിക്കിത് ഇട്ടിട്ട് ഞാൻ ഈ താറാവ് നടക്കുമ്പോൾ മാതിരിയാണ് ഗൈസ് നടക്കുന്നത്. ഇവിടെ എല്ലാരും വന്നപ്പോഴേക്കും തൊയ്ബയ്ക്ക് വല്ലാത്തൊരു വിഷമം. എന്താണ് പറയാനുള്ളത്? ബ്ലോഗറെ വിട്ട് ഞാൻ പോവാണ് ഗൈസ്. സങ്കടം. ഞാൻ നേരത്തെ കരഞ്ഞു ഗൈസ്. ഞാൻ ഇൻട്രോ എടുത്തപ്പോ ഞാൻ കരഞ്ഞു മെഴുകിയുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടാവൂലേ? ശരിയാണല്ലേ. ഇനിയിപ്പോ ഒരു കോഴ്സില്ല. ഞാൻ ഇനി എന്ത് പോണ്ടോ? ഞങ്ങള് തീർന്നു. അത്രയ്ക്കൊക്കെ വേണോ എന്റെ മുടിയൊക്കെ? ഇനി ആരും ഒരുമിച്ച് എക്സാം ഇല്ല. എന്താ പറയണ്ടേ ജോലിക്ക്? ഇത്രയും 2 വർഷം എങ്ങനെയായിരുന്നു?
കരയണോ? എങ്ങനെ എന്താണ് പറയാനുള്ളത് 2 വർഷത്തെ ഒരു ഓർമ്മ ഒരു ഒറ്റ വാക്കില്? ഒരു ഓർമ്മയില്ല. ഞാൻ ഓർമ്മയില്ലാത്തതാണ് എന്റെ ഓർമ്മ. അതെ അതെ, ഓർമ്മയില്ലായ്മയാണ് എന്റെ ഇത് കുഞ്ഞുണ്ണി പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. അത് ഞങ്ങൾ ഓർമ്മയില്ലാണ്ടാക്കിയിട്ടുണ്ടോ? വിഷമിക്കരുത്. എനിക്ക് എന്ത് എക്സാം? അതന്നെ ഞങ്ങളുടെ ഞങ്ങൾ ബിഎഡിനൊന്നും പോവാത്ത 3 സ്ത്രീകളാണ്. ഞങ്ങൾ ഗായ്സ്, എനിക്ക് രാവിലെ ഒരു അബദ്ധം പറ്റി. എണ്ണ തേച്ചു നല്ല. അതെ അതെ, അപ്പൊ എണ്ണ തേച്ചത് കാരണമാണ് മുടിക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടില്ല എന്നെ. എന്താണ് പറയാനുള്ളത്? അങ്ങനെ കഴിഞ്ഞു. പോവാണ്. ശ്യാമില യൂട്യൂബിൽ വരികയാണ്. നീ ആരല്ല? എല്ലാരും പോവാണ്. എല്ലാരും പോട്ടെ. ഓക്കെ. ഹലോ, കൊള്ളാം. ഫോട്ടോ ലൈറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങള് നമ്മളെ അനീഷ. അയ്യോ, ഇൻട്രൊഡക്ഷൻ ഡേ. ഓ, ഇഫ്താറിന്റെ ആണ് കാഴ്ച ഇതൊക്കെ. അയ്യോടാ, അത് ഞങ്ങളുടെ ഫസ്റ്റ് ഫോട്ടോ ആണ് ഗൈസ്. ഞങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് എടുത്ത ഫോട്ടോ. സംഭവം നടന്നില്ല, അത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് വരെ ഒരുപാട് സമയമായി. പിന്നെ നമ്മളെ മൈക്ക്, നമ്മളെ സ്പീക്കർ നിങ്ങൾക്ക് അറിയാലോ, അത് കുറേ സമയം അധികം കിടന്ന് കളിച്ചു. വനിയേട്ടനെ കൊണ്ടുവന്നു, എന്തൊക്കെ ചെയ്തിട്ടും അതും വർക്കായില്ല. അപ്പൊ ഇനി മൈക്കില്ലാണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കാം. കുഴപ്പമില്ലല്ലോ, അത് ചെയ്താണല്ലേ. എന്താ പറയാനുള്ളേ 2 വർഷത്തെ പറ്റി? അത്രേ ഉള്ളോ? 2 വർഷം 2 സംഭവം അത്രേ ഉള്ളൂ. കുട്ടി ഇഷ്ടായി. ചായ കിട്ടി ഗൈസ്. ചായ മറിഞ്ഞു പോവോ? നമുക്ക് നോക്കാം, പുറകിൽ വെക്കാം, അതായിരിക്കും നല്ല. എന്താ കഴിക്കാ? ഉഴുന്നാട മതി. താങ്ക് യു. ഉഴുന്നോട കിട്ടി ഗൈസ്. ഉഴുന്ന് വട. പിന്നെ എന്തിനേന്ന് മനസ്സിലായി. നീ തുടങ്ങേണ്ട വരച്ചാണല്ലോ, സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഈ ഒരു ബാച്ചിൽ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാൻ കുറച്ച് ഗെയിംസാണ് ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ടാസ്ക്കാണ്. നോക്കാം.
നിന്നെ മാത്രം എല്ലാവരും വിചാരിക്കും. അഭിനയിച്ച് തകർക്കുന്ന ഗൈസ്. കണ്ടോ? ഹലോ ഗൈസ്. മതി ഒന്നും പറയാലോ, ഒന്നും പറയാലോ. എന്താണ് പറയാനുള്ളത്? വളരെ നല്ല മികച്ചൊരു താങ്കളുടെ അഭിനയം ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജീവിക്കുമായിരുന്നു ചേച്ചി. നീ ചേച്ചി ഇത് ഇന്ദുമതി അതെ ഏറ്റവും നിങ്ങൾ ടാസ്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാമ്പാക്കി നോക്കട്ടെ. ഒരു വീഡിയോ ഗൈസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണട്ടെ ഗൈസ്. ഇമോഷൻ കരയോ? കണ്ണുനീരിങ്ങനെ ഗായ്സ്, ഞങ്ങളെ പുറത്താക്കിയിട്ട് ഒരു വാതിലടച്ചിരിക്കുകയാണ് ഗായ്സ്. എന്താ ചെയ്യാ? തുറക്കോ? എടുക്കാൻ പറ്റും. ഉണ്ടാക്കിട്ടെ നോക്കട്ടെ. എന്താ നോക്ക്. കറക്റ്റ് സാധനം കിട്ടിയത്. പറ ബാബു. ഞാൻ രണ്ടാമത്തെ യൂണിറ്റിന്റെ അഡ്മിഷൻ എടുത്തു. ആദ്യ വർഷം വന്നു, 1.5 വയസ്സ് നിന്നിട്ട് പോയി. പിന്നെ പോയത് നല്ലൊരു സ്ഥലത്തേക്കായിരുന്നു. തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു. അവിടെ ഭയങ്കര കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ എത്തിയാൽ മതി എന്നുള്ളായിരുന്നു. ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ക്ലാസ് വിടാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നു. പിന്നെ ഇവിടെ എത്തിയിട്ട് ഭയങ്കര വാശിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ ഇന്നതാണ് തെളിയിക്കും. അതിന്റെ ഡോട്ടായിരുന്നു ഫസ്റ്റ് ഇയർ മൊത്തം. അതോടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, കുറെ കോമ്പറ്റീവ് എക്സാം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ഒരാളാണ് ഞാൻ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇനി ഒരു കോളേജ് വേണ്ട, അല്ലെ PG വേണ്ട, ആ ഒരു PSCയുടെ കോച്ചിങ്ങിൽ പോയി നിന്നപ്പോൾ വെറുതെ ഒന്ന് ഇവിടുത്തെ എൻട്രൻസ് എഴുതിയായിരുന്നു. അതിൻ്റെ എന്തോ കഷ്ടകാലത്തിലൂടെ കിട്ടുകയും ചെയ്തു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് മാത്രം ഇവിടെ വന്ന് ചേർന്നു. ഒട്ടും ഇഷ്ടമില്ലാണ്ട് ഹോസ്റ്റലിൽ എടുത്തു നിന്നു. പക്ഷേ റൂംമേറ്റ്സ് ആണെങ്കിലും, ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന റൂംമേറ്റ്സിനെ കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന്. അപ്പൊ ഗായ്സ്, ഞങ്ങളുടെ ഫെയർവെൽ അങ്ങനെ കഴിഞ്ഞ്. ഞാൻ കരയണ്ട വിചാരിച്ചിരുന്നു, പക്ഷെ ഞാനൊരു ഇമോഷണൽ പേഴ്സൺ ആയതുകൊണ്ട് അമൃത അറിഞ്ഞിട്ടോ. ഞാൻ അപ്പുറത്ത് നോക്കുമ്പോണ്ട് ആദിത്യനെക്കാളും രണ്ടാൾക്ക് ഞാൻ തുടക്കാൻ എന്റെ സാരി കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോണ്ട് ഗ്രീഷ്മ. ഞാൻ നന്ദന കരയുന്നു. ഗ്രീഷ്മ,
ആരൊക്കെയോ ഇല്ലാതെ കണ്ണു ഞാനൊന്ന് തുടക്കിടാൻ വേണ്ടിട്ട് കാത്തിരിക്കാൻ ഞാൻ അങ്ങനെയാണ്. കാരണം എന്റെ കയ്യിൽ നിന്ന് പോകുന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ആരേലും പറഞ്ഞു പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നത്. പക്ഷെ കരഞ്ഞു അതെ, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ ട്രോളിക്കൊന്നേനെ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇപ്പോൾ താമരശ്ശേരി എത്തിയതേ ഉള്ളൂ. എന്തായാലും അവർ 8-8:30 ആവും എത്തുക. അപ്പോഴേക്കും എനിക്ക് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കാൻ വിചാരിക്കുക, ട്രാപ്പിലിരിക്കാൻ വിചാരിക്കുക. ഇനിയൊരു ട്രാപ്പില്ല, ഇനിയൊരു ട്രാപ്പിരുത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ ഇരിക്കാൻ വിചാരിക്കുന്നുണ്ട്. ശരി എന്നാ, ആയിട്ടില്ല. അപ്പോൾ അനീന ഗുഡ് ബൈ. അപ്പോൾ ഇത് അവസാനമായിട്ട് ഇവിടുന്ന് വീഡിയോയിൽ ഈ റൂമിൽ നിന്ന് വരണം. അപ്പോൾ അവസാനമായിട്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴെ സോനേൻ്റെ റൂമിൽ കൊണ്ടുവെക്കാം. സോനയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോ ആക്കാം, എന്നിട്ട് ശരി എന്നാ.